ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വെൽക്കം ബാക്ക് തന്നെ പറയാം അല്ലേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യണേ. കുറേ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാനത്തെ ഷോർട്സ് ഇട്ടത് ഡിസംബറിൽ മറ്റേ ക്രിസ്മസിന്റെ കളക്ഷൻസ് കാണാൻ പറഞ്ഞ് ബ്രോഡ്വേ പോയ വിശേഷമായിരുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ പോകുന്നത്. സോറി ഗൈസ്, സോറി. വേറെ നല്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു, പിന്നെ ജോബിന്റെ കുറച്ച് തിരക്കുകൾ വന്നു, പിന്നെ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള മടിയായി. അത് എഡിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഭയങ്കര മടിയായി പോയി. അപ്പൊ അങ്ങനെ മടി പിടിച്ചു. അപ്പൊ മടി പിടിച്ചിട്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് നിങ്ങളൊക്കെ എന്നെ മറന്നു പോകുന്നുള്ളൊരു പേടിയൊക്കെ വന്നു. പിന്നെ കുറെ ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നതിന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കുണ്ട്. പ്ലീസ് അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇത്തിരി വലിയ വീഡിയോ ആക്കി ഇടാനുള്ള കാരണം വേറെ ഒന്നല്ല, എനിക്ക് ഇന്നൊരാളെ റിവീൽ ചെയ്യണം. ബിക്കോസ് അവൻ ഇനി എൻ്റെ ലൈഫിലൊരു പാർട്ടാണ്. അവൻ ഇനി എൻ്റെ കൂടെ എന്തുണ്ടാവും. അപ്പൊ അവനെ കാണിക്കണം, അവനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര എക്സൈറ്റഡിലാണ്. അയ്യോ, എനിക്ക് ഇവനെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന അതേ എക്സൈറ്റ്മെന്റ് എനിക്കിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴും എനിക്കിപ്പോ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോ എനിക്ക് ഭയങ്കര എന്തോ കിളി പോയൊക്കെ പറ്റുക. ഒന്നാമത് കുറച്ചാളായിട്ട് ചെയ്യണതിന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും, പിന്നെ എന്താ പറയാ അവനെ കാണിച്ചിരുന്നതിന്റെ സന്തോഷവും, അങ്ങനെയൊക്കെ ആയപ്പോ എന്തോ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ ഇവനെ ഫസ്റ്റ് ടൈം നേരെ കാണുന്ന ആ ഒരു സമയത്ത് നമുക്കൊരു ഉള്ളിലൊരു ഇതില്ലേ, ആ ഒരു സാധനം എനിക്ക് ഇപ്പൊ ഉണ്ട്. പക്ഷെ ആ സമയത്ത് എന്റെ ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും വീഡിയോ എടുക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റക്കായിരുന്നു പോയതും കണ്ടതും. പിന്നെ അവനായിട്ടാണ് ഞാൻ പിന്നെ എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോയതും. അപ്പോ ആ ഒരു ഫസ്റ്റ് ടൈം ഒരു ഇത് കാണാൻ ഷൂട്ട് ചെയ്യാനായിട്ട് എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല ഗൈസ്. എന്റെ ഓഫീസ് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും അതൊക്കെ പറയാം. അപ്പൊ എന്തായാലും ഞാൻ അവനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഗൈസ്. അപ്പോ കക്ഷി ഇവനാണ്, എന്റെ ഷുഗർ ഗ്ലൈഡർ ആണ്. ഞാൻ ഒരുപാട് ഉറക്കത്തിൽ ഇല്ല പോട്ടെ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റൂമിലോട്ട് അങ്ങനെ കൊണ്ടുവരാറില്ല. ഇപ്പോ വാങ്ങിച്ചിട്ട് ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. പോട്ടെ. അപ്പോ ഈ റൂമിലോട്ട് ഞാൻ അങ്ങനെ കൊണ്ടുവരാറില്ല. അപ്പൊ എനിക്ക് വേറെ ഒരു റൂമും സ്മെല്ലും ഒക്കെ കിട്ടുമ്പോഴത്തേക്കും കരച്ചിലാണ്. അവന് അവൻ പേടിച്ചിരിക്കേണ്ടത് വാല മടക്കിയിരിക്കുന്നുണ്ട്, പേടിച്ചിട്ടാണ്. ഉറക്കത്തിലായിരുന്നു. ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചാണ്ട് എടുത്ത ഒരു ഫുൾ ടൈം ഉറക്കത്തിലായിരിക്കും. പിന്നെ മാത്രമല്ല ഇവനൊരു 2.5 മാസം ആയിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുഞ്ഞല്ലേ, അപ്പോൾ ഉറക്കത്തിലായിരിക്കും. പിന്നെ രാത്രിയാണ് ഇവർ പൊതുവെ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയില്ല എല്ലാവർക്കും അറിയുമെന്നുള്ളത്. ഷുഗർ ഗ്ലൈഡേഴ്സ് എന്നാ പറയാ, പറക്കുന്ന അണ്ണ എന്നൊക്കെ പറയും. അപ്പോ പറക്കുന്നത് ഈ ഒരു സംഭവം കേട്ടോ. ഇവരൊരു ചിറകല്ല, ഒരു സംഭവം ഇവിടെ ഉണ്ട്, ഇങ്ങനെ ഒരു വവ്വാലിനൊക്കെ പോലെ. അപ്പോ ഇവനെ കാണിച്ചു തരാനാണ്, ഇവനെ റിവീൽ ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. കാര്യം ഇനി എന്തായാലും ഇവൻ എന്റെ ഒട്ടുമിക്ക വീഡിയോസിൽ ഉണ്ടാവും. ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഒപ്പം ഉണർന്നിരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ ചെയ്യുന്നതെങ്കിലും എൻ്റെ മേത്തിങ്ങനെ ഉണ്ടാവും. അപ്പോ ഇവനെ കാണിച്ചു തരുന്ന വീഡിയോ ആണ്. അപ്പൊ ഇവനെ എങ്ങനെയാണ് എന്താന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. കാരണം എനിക്ക് ഷുഗർ ഗ്ലൈഡറിനെ വാങ്ങിക്കണമെന്ന് ഒരുപാട് നാള്, എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മേലായിട്ടുണ്ടാവും ഞാൻ ഇവരെ വാങ്ങിക്കണം വിചാരിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫോറിനേഴ്സിന്റെ വീഡിയോസിലൊക്കെ ആദ്യം ഷുഗർ ഗ്ലൈഡേഴ്സിന്റെ വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പോ എന്റെ വിചാരം ഇവിടെ ഒന്നും കിട്ടൂല, പുറത്തൊക്കെ കിട്ടുള്ളൂ, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇല്ല, ഇവിടെ കിട്ടുമെന്ന് മനസ്സിലായത് എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ എന്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക്, അതായത് മാർച്ചാണ് എന്റെ ബർത്ത്ഡേ. അപ്പൊ കഴിഞ്ഞ ബർത്ത്ഡേക്ക് 1 കൊല്ലം ആവുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് എന്താ പറയാ ഷുഗർ ഗ്ലൈഡറിനെ വാങ്ങിച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ അവനിക്കൊരു പെറ്റ് ഉണ്ടായിരുന്നു, ഒരു പൂച്ച. അപ്പൊ ആ പൂച്ച ചത്തു പോയപ്പോ ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് പിന്നെ പെറ്റ്സിനെ വാങ്ങിക്കണ്ട അല്ലെങ്കിൽ ഇതാക്കണ്ട അങ്ങനത്തെ ഒരു മൈൻഡായി. അതുകൊണ്ട് പിന്നെ എന്താ പറയുക, സങ്കടമല്ലേ ഉണ്ടാവുള്ളൂ നമ്മൾ വളർത്തിയിട്ട് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അത് വേണ്ടാന്ന് ഓർത്തിട്ട് പിന്നെ എനിക്ക് വാങ്ങിച്ചു തന്നില്ല. പിന്നെ എനിക്ക് വേറെ ഗിഫ്റ്റ് തന്നതിന് ശേഷം അവൻ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ അന്വേഷിച്ചായിരുന്നു വാങ്ങിച്ചു തരാന്ന്, വേണ്ടെന്ന് ചോദിച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ, അപ്പൊ ഇതിവിടെ കിട്ടും. എന്റെ അത്രയും നാളെ എന്റെ വിചാരം ഇതിവിടെ കിട്ടില്ല, ഇത് പുറം സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, പുറത്തൊക്കെ ഉള്ളൂ, ഞാൻ കാണുന്നതും ഫോറിനേഴ്സിന്റെ. അപ്പൊ എന്റെ വിചാരം ഓക്കെ, ഇവിടെ ഒന്നും കിട്ടില്ല എന്നായിരുന്നു. പക്ഷെ ഇവിടെ കിട്ടുമെന്ന് അവന്റെ വാക്കിലാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഓക്കെ എനിക്ക് വാങ്ങിക്കാൻ, പക്ഷെ അപ്പൊ എനിക്ക് വാങ്ങിക്കാനുള്ള ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും തിരക്കുന്നില്ല. ഓക്കെ, വാങ്ങിക്കണുള്ളിൽ അങ്ങനെ തന്നെ എപ്പോഴും ഒരു വട്ടം വാങ്ങിക്കണം എന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ ആക്റ്റീവ് ആട്ടോ അവനിപ്പോ ഒരാഴ്ചത്തോളം ആയാലും എൻ്റെ കൂടെ. അപ്പൊ എൻ്റെ കൂടെ ഭയങ്കര ആക്റ്റീവും കാര്യങ്ങളൊക്കെയാണ്. ചെറുതായിട്ടൊക്കെ ചാടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ കാണിച്ചു തരാം. എത്തി വലിയ നോക്കുവാണ് അങ്ങനെയല്ല, ചാടി ചെറുതായിട്ട് പേടിക്കല്ല, ചാട് ചാടിക്കോ.
കുറച്ചുകൂടി ഫാറ്റ് തേച്ചിട്ട് കാണിച്ചു തരാം. അതിനകത്ത് പേരിലായിരിക്കണം, നല്ല പേര്. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടെ കിട്ടില്ല എന്ന് ഓർത്തു. പിന്നെ ഓക്കെ എനിക്കിപ്പം വാങ്ങിക്കാനായി. അങ്ങനെ ഒരു വട്ടം ഈ കഴിഞ്ഞ പ്രാവശ്യം ലുലുവില് എന്റെ കസിനായിട്ട് ഞാൻ പോയി. സ്വീറ്റ് കോൺ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ താഴെ പാർക്കിംഗ് ഏരിയയിൽ സ്വീറ്റ് കോണും പെറ്റ് ഷോപ്പ് അങ്ങനത്തെ ഷോപ്പൊക്കെ ഉണ്ട്. ഹാംസ്റ്ററിന്റെ പുറത്ത് കണ്ടപ്പോഴത്തേക്ക് കൈ കൊള്ളാലെ കുഞ്ഞ് ക്യൂട്ടായിട്ട് കുറച്ച് ഹാംസ്റ്റേഴ്സ്. അതിന് ഭയങ്കര വില കുറവാട്ടോ. ഒരെണ്ണത്തിന് 500 രൂപ ഉള്ളൂ. പിന്നെ 1000 രൂപയാണ് പേരിനൊക്കെ കിട്ടുന്നത്. അപ്പൊ ഭയങ്കര ചീപ്പ് റേറ്റാണ്. പക്ഷെ എനിക്ക് ഹാംസ്റ്ററിന് വളർത്തണം അങ്ങനെയല്ല, കണ്ടപ്പോൾ ക്യൂട്ടായിട്ട് ഒന്ന് പോയി നോക്കി. പിന്നെ മാത്രമല്ല എന്റെ കയ്യിൽ സ്വീറ്റ് കോൺ ഉള്ളതുകൊണ്ട് ഫുഡ് ഐറ്റം വെച്ചിട്ട് ആ കടേന്റെ അകത്ത് കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവന്റെ കാര്യം വിട്ടേ പോയി. ഷുഗർ ഗ്ലൈഡേഴ്സ് എന്നുള്ളൊരു മൈൻഡേ എന്റെ മൈൻഡിലില്ല. ഞാൻ ഓർത്ത് നോക്കി അവിടെ ഉണ്ടാവോ ഒന്ന് നോക്കാമെന്ന് ഓർത്തു. അപ്പൊ ഓഫീസിൽ നേരത്തെ കഴിയുമ്പോൾ ഞാൻ ചെന്ന് എന്നിട്ട് ഞാൻ അടുത്ത് ചോദിച്ചു, ചേട്ടാ ഷുഗർ ഗ്ലൈഡർ ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞാ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ആ സമയത്തുണ്ടല്ലോ അയ്യോ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇല്ല പോട്ടെ ഇല്ലടാ ഇല്ല. അപ്പൊ വീടെടുക്കുമല്ലേ, വീടെടുക്കാൻ സമ്മതിക്കൂലേ? ഇനി വീഡിയോസിലൊക്കെ വരണ്ട, വീഡിയോ എടുക്കാൻ സമ്മതിക്ക്. ഓക്കെ അവനെ പേടിച്ചിട്ടാട്ടോ കരയുന്നത്. ഈ റൂമിലൂടെ ഞാൻ പല കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ കൊണ്ടുവരുന്നതിന്റെ ഒരു വീഡിയോ കരച്ചിലൊക്കെ ഉണ്ട്. ഞാൻ അടുക്കള നടന്നോളൂ. അപ്പോ എന്നിട്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. അയ്യോ ഞാൻ ഇത്രയും നാളും വീഡിയോസിലും ഫോണിലും കണ്ടോണ്ടിരുന്ന സാധനത്തിന് ഭയങ്കര ചൂട് കണ്ടോണ്ടിരുന്നതിനെ ഞാനിപ്പോ നേരിട്ട് കാണാൻ പോയി ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ നോക്കുമ്പോ ഒരു കൂട്ടില് 3 എണ്ണം, 2 വൈറ്റും ഒരു ഇത് ഗ്രേയും. പക്ഷെ ഇത് ശരിക്കും ഒരു കാര്യം പറയാം, ഇത് എല്ലാവരും ഇവിടെ പറയുന്നത് ഗ്രേ ആണ്. പക്ഷെ ശരിക്കും ഇത് ഗ്രേ അല്ല, ഇത് ബ്ലാക്കാ. കാര്യം ഗ്രേ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ റെയർ പീസ്. എനിക്ക് അതിനെ വാങ്ങിക്കണമായിരുന്നു. ഞാൻ അതാണ് ഈ ഫോറിനേഴ്സിന്റെ മിക്കയിലും കാണുന്നത്. നല്ല ഭംഗിയായി കാണാനായിട്ട് വൈറ്റില് ഗ്രേ കളറായിരിക്കും. പക്ഷെ ഇവൻ ഗ്രേയില് ബ്ലാക്ക് കളറല്ലേ. എന്നിട്ട് ഞാൻ അപ്പൊ എനിക്കിത് കണ്ടുപിടി ഭയങ്കര സന്തോഷമാണ്. കൈ തരുമെന്ന് വെച്ചു. കൈ തന്നു. അത് ഞാൻ റേറ്റ് ഒക്കെ ചോദിച്ചു. അപ്പൊ ഭയങ്കര റേറ്റ് ആണ് അവിടെ. ഇവനെ വാങ്ങിച്ചതിന്റെ ഇരട്ടിയാണ് അവിടെ. അങ്ങനെ പറയാം. ഞാൻ ഇതിന്റെ റേറ്റ് പറയുന്നില്ല. കാര്യം റേറ്റ് പറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ നല്ല പുറത്താക്കും. അത് വേറെ കാര്യം. പക്ഷെ വാങ്ങിച്ചതാണെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതാട്ടോ ഞാൻ കാണുന്ന കൂട്ടിലേക്ക് നോക്കിയപ്പോൾ 3 കുഞ്ഞ് ഷുഗർ ഗ്ലൈഡേഴ്സ് ഇരുന്ന് തല്ലുപിടിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ കാണാമായിരുന്നു. അങ്ങനെ എടുത്തു നോക്കി. ദൈവൻ ആണാണ്, 3 മാസം പ്രായമേ ഉള്ളൂ. പക്ഷെ എനിക്ക് വേണ്ടത് പെണ്ണിനെ 3 or 2 മാസം പ്രായമുള്ളതിനെയാണ് വേണ്ടിയിരുന്നത്. പിന്നെ ഗ്രേഡ് എടുത്തു. ഗ്രേ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഇവനും 3 മാസം പ്രായമുള്ളൂ, പക്ഷെ ഇവനും ആണായിപ്പോയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പെണ്ണ് കുറച്ചുകൂടി വലുതാണ്, 4 മാസം പ്രായമായിട്ടുണ്ട്. അപ്പൊ എനിക്ക് അത്രയും വലുത് വേണ്ട. നമുക്ക് ചെറുതിലെടുക്കുകയാണെങ്കിലാണ് കുറച്ചുകൂടി നല്ലത്. നമ്മളായിട്ട് കൂടുതൽ ഇണങ്ങും. എന്നിട്ട് കുറെ നേരമൊക്കെ കളിപ്പിച്ചു. ലാസ്റ്റ് റേറ്റ് ഒക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കി ഞാൻ ഞായറാഴ്ച വന്ന് വാങ്ങിക്കാൻ ചേട്ടാ, ഞായറാഴ്ചക്കുള്ളിൽ എപ്പോഴും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയത് എന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക്. അവിടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എടാ ഒന്ന് നോക്ക്, നിനക്ക് അവനെ കുറിച്ച് ചിലപ്പോൾ അറിയാൻ പറ്റുമല്ലോ ഒന്ന്. കാര്യം ബ്രീഡൊക്കെ ചിലപ്പോൾ കള്ളത്തരാണോ നമുക്കൊന്നും അറിയില്ലല്ലോ. അവൻ പറഞ്ഞു എന്താണ് അത് വാങ്ങിക്കണ്ട. അതായത് കാര്യം എനിക്ക് പെറ്റിനെ വാങ്ങിക്കണേ താല്പര്യമില്ല. ഓക്കെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ താല്പര്യമില്ലാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഒരു പൂച്ച ചത്തുപോയതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് ഭയങ്കര ഫീൽ ചെയ്തതാ. അപ്പോ അതുകൊണ്ട് പിന്നെ വേറെ ഒന്നിനെ വാങ്ങിക്കണമെന്ന് വെച്ച്. കണ്ടോ ഇതാണ് പരിപാടി. എന്റെ മുടി കയറി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ഭയങ്കര പണിയാണ് കേസ്. ഇപ്പൊ ചാടിയത് നിങ്ങൾ കണ്ടില്ലേ? ചെറുതായിട്ട് ചാടിയില്ലേ? ഞാൻ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ കാണിച്ചു തരാട്ടോ. കേരള ഇപ്പൊ വെള്ളേക്ക് പോലെ ഇതൊക്കെയാണ് പരിപാടി. എന്നിട്ട് ഞാനപ്പോൾ അവിടെ കണ്ടു. എനിക്കപ്പോൾ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ട് കൊണ്ടുപോയില്ല. അപ്പൊ ഞാൻ ഈ കുഞ്ഞു പിള്ളേരെ കൂട്ടി വണ്ടിയിൽ നീ ഇങ്ങനെ കരഞ്ഞു. അപ്പൊ എന്നെ കളിയാക്കി. കുട്ടികൾ സാധനം വാങ്ങിച്ചാൻ വേണ്ടി കിട്ടാത്തപ്പോൾ കരയണോലേക്ക് കരയണ നാണക്കേടാന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി. പിന്നെ എന്നെ പിറ്റേ ദിവസം ഓക്കെ ചെന്നു. അത്ര ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായിട്ട് എന്നെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആ സാധനം തീർന്നു ഗൈസ്. ഒന്നുമില്ല, കൂടുവെറും കാലി. അപ്പൊ വേറെ വരാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. അങ്ങനെ ഞാൻ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു ഷോപ്പ് കണ്ടതിന് ഞങ്ങൾ കയറി. അങ്ങനെ കയറാത്താണ്, പക്ഷെ കയറി ശനിയാഴ്ച കണ്ടോട്ടെ. കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് ഇഗ്വാൻ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ ഓക്കെ ഇവിടെ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ എക്സോട്ടിക് ആയിട്ടുള്ള ആണല്ലോ ഇഗ്വാന. അപ്പൊ അതുണ്ട്. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു ചേട്ടാ ഷുഗർ ഗ്ലൈഡറുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ ഇവിടുന്ന് ഞാൻ വാങ്ങിച്ചിരിക്കും, എന്താണ് അവിടുത്തെ പോലെ അല്ല ഇവിടുന്ന് വാങ്ങിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ കമ്പാരിറ്റീവ്ലി അതിനേക്കാളും കുറവാണ്. ഇവനേക്കാളും ഉണ്ട് പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. പക്ഷെ ലുലുവിൽ കണ്ടതിനേക്കാളും കുറവാണ് അവിടെ, ഇവനേക്കാളും കൂടുതലുമാണ്. അങ്ങനെ ഞാൻ ഓക്കെ വാങ്ങിക്കാൻ വന്നു. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഞാൻ ലുലുവിൽ വെച്ച് കണ്ടത് ഭയങ്കര തീരെ കുഞ്ഞാണ്. എനിക്ക് വീഡിയോ കാണിക്കുമ്പോൾ മനസ്സിലാവും ഇത്
അത്യാവശ്യം വല്ല അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചാൽ കാക്കനാടുള്ള ഇത് കാക്കനാടാട്ടോ ഷോപ്പ്. അപ്പൊ അവിടെ പോയപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര വലുതായിട്ട് ഫീൽ ചെയ്തു. മാത്രമല്ല ഞാൻ ഇങ്ങനെ എടുത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ ഫ്രണ്ടിനായിട്ടല്ല പോയത്. അപ്പൊ അവന്റെ മേത്തേക്ക് ഒറ്റ ചാട്ടം ചാടി. അങ്ങനെ ഒരിക്കലും ഒരു കുഞ്ഞ് ഏജിലെ സാധനം ചാടില്ല. എനിക്ക് വൈറ്റ് വാങ്ങിക്കണം എന്ന് അങ്ങനെ ഇല്ല. ഓക്കെ വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷെ അത് അതിനേക്കാളും ഭംഗി നമുക്കിത് ഇവനാട്ടോ. ഇവനല്ലെങ്കിൽ ആ ഗ്രേ കളർ. എനിക്ക് ഗ്രേ ആയിരുന്നു ഇഷ്ടം, പക്ഷെ അത് ഇവിടെ ഭയങ്കര റെയറാണ്. ഇവിടെ അങ്ങനെ ഗ്രേ കളർ പൊതുവെ കാണുന്ന കുറവ്. മൊസൈക്കോ അങ്ങനെ കണ്ടാണ് അതിന്റെ ബ്രീഡിനെ പറയുന്നത്. അപ്പോൾ അതിനേക്കാളും ഭയങ്കര കുറവാണ്. പിന്നെ അത് മാത്രമല്ല അത് ഭയങ്കര കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പൊ പക്ഷെ എനിക്ക് ഇവന്റെ മതി. ഇവനെ കണ്ടില്ല, എനിക്ക് ഇതിന്റെ പാറ്റേൺ ഒക്കെ നല്ല ഭംഗിയല്ലേ. കാക്കനാട് പോയി കണ്ടിട്ട് വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചു. ഇപ്പൊ ഇതിനുള്ളില് ഇതിനെ വാങ്ങിക്കണ്ട, കാരണം ഇത് കുറച്ച് വലുതാണ്. ഞാൻ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞാൽ 2 മാസം എന്നാ. അപ്പൊ 2 മാസം എന്തായാലും ഞാൻ ലുലു വെച്ച് കണ്ടത് 3-4 മാസം. അത് ഇതിനേക്കാളും ഭയങ്കര തീരെ പൊടിയാ. ഇത്രയും രോമൊന്നുമില്ല. വാലൊക്കെ നല്ല കിള്ളം വാലായിട്ടായിരിക്കുന്നത് ഈ കാക്കനാട് കണ്ടതിന്റെ. അപ്പൊ അയാൾ പറഞ്ഞത് അമ്മയുടെ അടുത്തുനിന്ന് എടുത്തല്ലേ, അപ്പൊ പേടിച്ചിട്ടാണ് ഇങ്ങനെ വാലിങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ചിലപ്പോ അതായിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചേ. പക്ഷെ എന്നാലും ഞാൻ എന്നിട്ട് വേറെ കുറെ വീഡിയോസ് ഇരുന്ന് കാണാം. അത് കാണുമ്പോ ഒക്കെ കുഞ്ഞതാ. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എന്റെ കസിൻ ഞായറാഴ്ച വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ എന്തോ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഷുഗർ ഗ്ലൈഡറിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ലുലുവിൽ വെച്ച് കണ്ട വീഡിയോ കാണിച്ചു കൊടുത്തിട്ടോ. അപ്പൊ അവൻ പറഞ്ഞു, അയ്യോ ഇതിന്റെ കൂട്ടുകാരനുണ്ട്, അവന്റെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞാണോ? ഞാൻ അടുത്തും ചോദിക്കുക, ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു. എനിക്ക് നമ്പറും ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും അയച്ചു തന്നപ്പോഴത്തേക്കും ഞാൻ ഓക്കെ ഒന്ന് ചോദിച്ചു നോക്കാം, ആലപ്പുഴയിലല്ലേ. അങ്ങനെ ചോദിച്ചു നോക്കിയപ്പോഴത്തേക്കും കാക്കനാട് കണ്ടതിലും സ്ലൈറ്റ് ആയിട്ട് കുറച്ച് ഡിഫറൻസേ ഉള്ളൂ റേറ്റില്. അപ്പൊ ഞാൻ ഓർത്തുന്നോ പിന്നെ ഇവിടെ തന്നെ വാങ്ങിച്ചാൽ മതി, എന്തിനാ അവിടെ പോയി വാങ്ങിക്കണമെന്നായി. അങ്ങനെ ഞാനപ്പോ പുള്ളിയുടെ സംസാരമൊക്കെ എനിക്ക് കുറച്ച് ജെന്യൂൻ ആയിട്ട് തോന്നി. പുള്ളിയുടെ പേജും എനിക്ക് ജെന്യൂൻ ആയിട്ട്, ഭയങ്കര ഫോളോവേഴ്സ് ഒന്നും ഇല്ലെങ്കിലും ജെന്യൂൻ ആണ്. പിന്നെ അവിടെ നിന്നല്ലേ എനിക്കറിയാവുന്ന എൻ്റെ അനിയന്റെ ഫ്രണ്ട്സും വാങ്ങിച്ചത്. അപ്പോൾ ഓക്കെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പുള്ളിയുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് തന്നെ വീഡിയോസ് അയച്ചു കൊടുത്തു. ലുലുവിലെ വീഡിയോ പിന്നെ കാക്കനാടിലെ വീഡിയോ അയച്ചു കൊടുത്തു. അപ്പൊ കാക്കനാട്ടിലെ സാധനത്തിന് 5.5 അല്ലെങ്കിൽ 6 മാസം പ്രായമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കതിനെ വാങ്ങിക്കണ്ട. കാര്യം എനിക്ക് ഈ തീരെ പൊടി അയക്കുമ്പോൾ വാങ്ങിക്കണം. കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഭയങ്കര കുഞ്ഞിലെ വാങ്ങിക്കാന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടയിലുണ്ടോ എങ്ങനെ, എനിക്ക് ഒരെണ്ണത്തിനെ വേണം എന്ന് പറഞ്ഞു. ഇപ്പൊ എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു, വരുമ്പോ പറയാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എനിക്ക് എന്താ പൊന്മാൻ റിലീസില്ലേ, അതായത് ജാനുവരി 30-ാം തീയതി ആ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഇന്റർവെല് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചേക്ക പുള്ളി, ഈ സാധനം വന്നിട്ടുണ്ട് വേണോന്ന് ചോദിച്ചിട്ട്. അയ്യോ, എനിക്കപ്പോ ഫിലിം കാണണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോയി ചാടി എനിക്കത് വാങ്ങിച്ചാൽ മതി, എനിക്കത് വേണം. ആ മുള്ളിയും തോന്നുന്നു ഗൈസ്. വന്നേ, ഞാൻ മുടി കെട്ടി വെക്കട്ടെ ഒരു മിനിറ്റ്. എടാ കള്ളച്ചാട് ചാട് 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 വാ വാ, ഇങ്ങോട്ട് നോക്ക്. ഇവിടെ അങ്ങോട്ടല്ല, അത് ഞാനല്ല, അത് ക്യാമറയാ. ഇങ്ങോട്ട് ചാട്. അവൻ ചാടുന്ന ക്യാമറയിൽ ഞാൻ ഇരിപ്പുണ്ട് കേട്ടോ. എന്റെ മോനെ ഓടി. അയ്യോ, ഇത് പേടിച്ചിട്ടാണേ. ഇവിടെ ഇപ്പുറത്തേക്ക് നോക്ക്, ബാക്കിലായി ഞാൻ. ഇങ്ങോട്ട് നോക്ക്. ചാടുവാ, ചാടുന്നോ വാ. കുഞ്ഞാട്ടോ, അപ്പൊ ഇത്രയും ചാടാനായിട്ടുള്ളൂ. പക്ഷെ വിളവനാ ചാടണ്ടാന്ന് പറയുന്നിടത്ത് ചാടും, അടിയിട്ടും. നേരത്തെ ഞാനിപ്പോ മുടി കെട്ടാണ്ട് പോയി എന്ന് പറഞ്ഞില്ല. അപ്പൊ ആ സമയത്ത് ഇവിടുന്ന് വന്നിട്ട് ഈ ഒറ്റ ചാട്ടം. അയ്യോ, ഞാൻ ലൈറ്റ് ഇട്ടിട്ട് വെയിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ബാക്ക് ടു ദ സ്റ്റോറി. ശിവനെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു. എന്താ നോക്കണേ നമ്മൾ എന്ത് ചെയ്യുക? യൂട്യൂബ് ചെയ്യുക, യൂട്യൂബ് ചാനൽ ചെയ്യുക. ഹായ് പറഞ്ഞേ, ഹലോ ഗൈസ് പറഞ്ഞേ, ഹലോ ഗൈസ്. ചാടരുത്, കണ്ടോ എടാ. കയറി ഉടുപ്പിൻ്റെ അകത്ത് കയറി. ഇതാണ് അവൻ്റെ മെയിൻ സ്ഥലം. അവിടെ ഇരുന്നാണ് അവൻ മിക്കപ്പോഴും ഉറങ്ങാറ്. ഇവിടെ കയറിയിട്ടുണ്ടല്ലോ, ഞാൻ അവിടെ ഇരുന്നോളും. ഇനി പുറത്ത് തന്നെയായിരിക്കും കളി ഫുൾ ടൈം. പക്ഷെ വേർതിരിക്കും, അങ്ങ് വാ അങ്ങോട്ട്.
ആ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു വീഡിയോ കോൾ ചെയ്താൽ കാണിച്ചു തരാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഫോട്ടോ ആയിട്ട് അയച്ചു തരാമെന്ന് പറഞ്ഞു. വീഡിയോ കോൾ ചെയ്താൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കാണിച്ചു തന്നു. ഞാൻ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തു. വേണമെങ്കിൽ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എനിക്ക് എന്റെ ഫ്രണ്ടെ കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ മര്യാദക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ കുറെ ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് വേണമെന്ന് എനിക്ക് സെലക്ട് ചെയ്യാനൊരു ഡൗട്ടായി. ഞാൻ പറഞ്ഞു പെണ്ണിനെ മാത്രം കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ 2 കാണിച്ചു തന്നു. 2 ഞാൻ ഇവനെ സെലക്ട് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ പുള്ളി പറഞ്ഞു എന്താ അപ്പൊ എന്റെ വിചാരം ഞാൻ ഞായറാഴ്ച പോയി വാങ്ങിക്കാം എന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ പുള്ളി പറഞ്ഞു ഇപ്പൊ 2:30 ഒരു വണ്ടി പോകുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ചെയ്താൽ ഇപ്പൊ തന്നെ കൊടുത്തു വിടാമെന്ന്. അപ്പൊ ഞാൻ ഇന്ന് എനിക്ക് എന്റെ കയ്യിൽ കിട്ടുമോ എന്റെ അമ്മേ. അപ്പൊ ഭയങ്കര എനിക്കിങ്ങനെ തുള്ളി ചാടണം, ഒച്ച എടുക്കണം, എനിക്ക് അങ്ങനെയൊക്കെ തോന്നാം. പക്ഷെ ഞാൻ ഓഫീസിലാണ് കേസേക്ക് അതൊന്നും പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി പോയി. കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ്. കാര്യം ഞാൻ ഇത്ര നാൾ ആഗ്രഹിച്ചിരുന്ന സാധനത്തിന് ഞാൻ വാങ്ങിക്കാൻ പോകണത് എൻ്റെ ആയിട്ട് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ പുള്ളി 2:30 ആയപ്പോഴത്തേക്കും എനിക്ക് പാക്കൊക്കെ ചെയ്ത് തന്നു. ഒരു ബോക്സ് ഈ ഒരു ബോക്സ് ആയിട്ട് ഇതിന് മൂടിയുണ്ട്. ഞാൻ അവിടെ വെച്ചേക്കാം. ഞാൻ അവനെടുത്തോണ്ട് നിങ്ങളുടെ എടുത്തോണ്ട് വരാൻ വേണ്ടി. പിന്നെ തുണിയാണ് വെച്ചേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയായിരുന്നു സാധനം. എന്നിട്ട് അതിനകത്ത് ചെറിയൊരു പാക്കറ്റിൽ അതിന്റെ പൊടി അവൻ കുടിച്ചോണ്ടിരുന്നൊരു നാഡോയോ നിഡോ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആ ബാ വേർതിരിക്കാൻ അങ്ങോട്ടൊന്നും പോകണ്ട, വാ പുറത്തേക്ക്. അപ്പൊ അത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് എനിക്ക് കിട്ടി ഗൈസ്. കിട്ടിയിട്ട് ഞാൻ കാണുന്ന വീഡിയോ കാണിച്ചു തരാം. അവരുടെ കൂട്ടിന്റെ അകത്ത് അയ്യോ കരയോ കിടന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കാര്യം പേടിച്ചിരിക്കുമല്ലേ, വണ്ടിയിൽ യാത്ര ചെയ്യല്ലോ. അപ്പൊ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ വന്ന സമയത്ത്. എന്നിട്ട് പിന്നെ എനിക്ക് മെട്രോ കയറി വരണം. ഞാനെങ്ങനെ കയറി വരും? ഞാൻ എന്നിട്ട് പയ്യെ ഒരു കടയിൽ നിന്ന് ഒരു കവർ വാങ്ങിച്ചു. ഈ ഒരു കൊട്ട കവറിനകത്ത് ഞാൻ ആക്കിയിട്ട് പയ്യെ മെട്രോന്റെ അകത്ത് കൂടെ കയറി മെട്രോന്റെ അകത്ത് കയറി ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പൊ പനിയായതുകൊണ്ട് അവൻ അങ്ങനെ അതിനെ തൊട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ മാറ്റി തുണി വെച്ചെടുത്തുള്ളൂ. പക്ഷെ തുണി കയറുന്നതാണ് നല്ല രസമായിട്ട് ഇങ്ങനെ ഞൊണഞ്ഞൊണന്നൊക്കെ ഇങ്ങനെ കയറും. നല്ല ഭംഗിയായിട്ട് ഞാൻ കാണിച്ചു തരാം അവൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ. ഇത് അവനെ കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. ഞാൻ നോക്കിയപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുക. പിന്നെ അവനൊന്ന് പയ്യെ ഫോട്ടോ എടുത്തിട്ടോ. വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാര്യം എൻ്റെ മേത്തായിരുന്നു അവൻ കിടക്കുക. എന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുമായിരുന്നു. കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മേത്തിരുന്നിട്ട് ഇങ്ങനെ സ്വയം വൃത്തിയാക്കുന്നത് ഭയങ്കര വൃത്തിയുള്ള ജീവിയാണ്. അയ്യോ കിടന്നൊക്കെ തരോട്ടെ. നമുക്കിങ്ങനെ ഇക്ലിയാക്കുമ്പോൾ അതിപ്പോൾ ലൈറ്റ് ഉള്ളതുകൊണ്ട് കിടന്നേരൊന്നും അറിയില്ല. കാണിച്ചു തരാം. ഇങ്ങനെ ഇക്ലിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. കുറച്ച് തിന്നാൻ തോന്നുന്നു. കുറച്ച് തിന്നു തോന്നുന്നു. ഇവൻ ശരിക്കും പെണ്ണാണ്. ഞാൻ എടാ ഇവ എന്നൊക്കെ വിളിക്കുമെങ്കിലും ഇവൻ പെണ്ണാണ്. എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. ഇവനിക്ക് ഞാൻ ഇതുവരെ പേരിട്ടിട്ടില്ല ഗൈസ്. അപ്പോ എനിക്കൊരു നല്ലൊരു പേര് വേണമെന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് മീ ബിലോ. പെണ്ണിന്റെ പേര് തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് പേരായാലും നല്ലൊരു പേര് വേണ്ട. നല്ലൊരു ക്യൂട്ട് പേര്. നമുക്ക് ഇവരെ കാണുമ്പോൾ കൊഞ്ചിച്ച് വിളിക്കാൻ തോന്നുന്ന പേരെന്താ? അങ്ങനത്തെ ഒരു പേര് മതിട്ടാ. ചാടല്ലടാ. എനിക്കത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ അവനിങ്ങനെ ചാടാൻ കുതിച്ച് നിൽക്കുന്നോണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പൊ ഇതാണ് അവൻ, എന്റെ ഷുഗർ ഗ്ലൈഡർ. സോ യെസ്, അപ്പൊ ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വീഡിയോ ആയിരുന്നു ഇന്നത്തത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു. ഒരു മിനിറ്റ്. ചാടല്ലേർക്കാം. ഓക്കെ. അപ്പോ ഇവനെ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ ഇവന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തേത്. പിന്നെ ഇവൻ ഇഷ്ടപ്പെട്ടെങ്കിലും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ്. അപ്പോ നിങ്ങൾക്ക് ഇവനെയും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ പറയാം ഇവൻ എങ്ങനെയുണ്ട്. പിന്നെ ഇവന്റെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. അതുപോലെ എനിക്കൊരു പേര് സജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിപ്പോ വേറെ വീഡിയോയിൽ കാണാം. ബൈ പറ. ടാറ്റാ പറ. ടാറ്റ പറയണ. നോക്കി ടാറ്റ പറ. ടാറ്റ. ഇതാട്ടോ പറക്കുന്ന സാധനം കാണിച്ചിരുന്നല്ലോ.